അതെ, നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ മറ്റുള്ളവരായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മൾ ഉണർന്ന് ജീവിക്കുന്നത്. എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും പല പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നിർവീര്യം ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് അയാൾ അങ്ങനെയാണ്, അയാൾ ബഹളം ഉണ്ടാക്കുന്നതാണ്, അയാൾ വഴക്കുണ്ടാക്കുന്നതാണ്, അയാൾ മാറിയാലേ ഞാൻ മാറത്തുള്ളൂ എന്നതിന് പകരം എനിക്ക് എങ്ങനെ പ്രശ്നങ്ങളെ നിർവീര്യം ചെയ്യാനുള്ള കഴിവുകൊണ്ട് എങ്ങനെ പ്രശ്നങ്ങളെ നിർവീര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നത്. അല്ലാണ്ട് അത്ഭുതമൊന്നും നടക്കത്തില്ല. ഒരു അത്ഭുതവും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നങ്ങളായിട്ടേ മാറത്തുള്ളൂ. അത്ഭുതമല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ പ്രാപ്തിയാണ് വേണ്ടത്. നമ്മൾ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളുടെ വഴക്കുണ്ടാക്കുന്നു, ബഹളം വെക്കുന്നു, ഇത് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും നമ്മൾ പരിശോധിക്കണം. നമുക്കല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമില്ല, ഒരു നേരം ആഹാരം കഴിക്കാനുള്ള അവസരമില്ല, നമുക്ക് പൈസ ഇല്ല, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പില്ലെന്നേ, ഇല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നു, ശ്രദ്ധിക്കണം. എന്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കിട്ടും, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കിട്ടും. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് ഡെയിലി ഭയങ്കര പ്രശ്നങ്ങളാണ്, പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് എങ്ങനെ ഈ പ്രശ്നം മിനിമൈസ് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കണം. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം എന്നിലുണ്ട്, ഇതാദ്യം മനസ്സിലാക്കാം. ഞാൻ നിലനിൽക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രവർത്തനത്തിൽ സ്വസ്ഥതയുള്ള ഭാഗമുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാലേ കിട്ടത്തുള്ളൂ. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ പ്രശ്നത്തിനുള്ള പരിഹാരം തനിയെ തെളിഞ്ഞു വരും. പ്രശ്നത്തിനുള്ള പരിഹാരം തനിയെ തെളിഞ്ഞു വരും. സാവകാശം നമ്മൾ ഉണരാൻ തുടങ്ങും. നമ്മുടെ സാധ്യത നമ്മളിലാണ്. അല്ലാണ്ട് നമ്മൾ അയാൾ ശരിയല്ല, എനിക്ക് അയാൾ സംസാരിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്, അയാളുടെ തർക്കിക്കാൻ തോന്നുന്നു, അയാളുടെ വഴക്കിടാൻ തോന്നുന്നു, ഇതെല്ലാം നമ്മളെ നശിപ്പിക്കത്തേ ഉള്ളൂ. എന്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ അയാളുമായിട്ട് എനിക്ക് സഹകരിക്കാൻ പറ്റും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് രീതിയിൽ എനിക്ക് ആ വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നു, അതിലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ സഹകരിക്കാനുള്ള അവസരം എവിടെയുണ്ട്. അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം തനിയെ തെളിഞ്ഞു വരും. അല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെടുക 10 പേരോട് പറഞ്ഞ് ആ പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. നമ്മൾ 10 പേരോട് നമ്മുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 പേര് എന്ത് ചെയ്യും? 10 പേര് ഈ പ്രശ്നം വഷളാക്കി തരും, ഒരു സംശയവും വേണ്ട. മനസ്സിലായി? കാരണം മറ്റുള്ളവർ പറയുന്നിടത്തല്ല, പക്ഷേ നമ്മൾ അതിനെ ഉണർത്തിയെടുക്കുക, നമ്മളിലുണ്ടാകുന്ന പ്രശ്നത്തെ നമ്മൾ കുറേ കൂടി സജീവമാക്കുക. അപ്പം നമുക്ക് അതിൻ്റെ പ്രോസും കോൺസും അതിൻ്റെ സാധ്യതകളും സാധ്യത ഇല്ലായ്മയും കാണാൻ പറ്റും. ഒരിക്കലും പ്രശ്നം തള്ളി അകത്ത് വെക്കരുത്. നമ്മുടെ ബലഹീനതയെ തള്ളി അമർത്തി താഴത്തോട്ട് വെക്കരുത്. ബലഹീനതയെ പൊന്തിച്ചു കൊണ്ടുവരിക. ഓക്കെ, എനിക്കിങ്ങനെ ഒരു ബലഹീനതയുണ്ട്, ആ ബലഹീനതയെ മാക്സിമം മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് നമ്മളിൽ നിൽക്കാൻ പറ്റാണ്ടാവും. നമ്മുടെ പോരായ്മ നമ്മളിൽ നിൽക്കത്തില്ല. കാരണം നമ്മളിൽ ഭൂരിപക്ഷം ഉള്ളത് പോരായ്മയല്ല, എഴുന്നേറ്റ് നിൽക്കുന്നുള്ളൂ. ഹൃദയത്തിൻ്റെ സ്പന്ദനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോരായ്മയല്ല ആ വ്യക്തിയുടെ ഭൂരിപക്ഷം. അപ്പം ജീവൻ നമ്മൾ നിലനിൽക്കുമ്പോൾ ജീവന് എതിരായിട്ട് വരുന്ന പ്രതിസന്ധിയെ നമുക്ക് നിർവീര്യം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി അത് മാക്സിമം മാഗ്നിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അത് വീക്കാവും. നമ്മുടെ ഉള്ളിൽ അത് അടിച്ചമർത്തി വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിട്ടിരിക്കും. അത് നിരന്തരം ആ നിലനിൽക്കുന്ന ആ കട്ടിയായിട്ടിരിക്കുന്ന ബലഹീനത അത് നിരന്തരം അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ കാർന്നു തിന്നാൻ തുടങ്ങും. പക്ഷെ അതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ശേഷി കുറയും. നമുക്ക് നമ്മളിലുള്ള ബലഹീനതയ്ക്കുള്ള സാധ്യതകൾ, എങ്ങനെയാണ് ഈ ബലഹീനത നമ്മളിൽ വന്നെന്നുള്ളത് അതിൻ്റെ ഉറവിടവും കാണാൻ പറ്റും. സാവകാശം അതുമായിട്ടുള്ള ബന്ധം നമുക്ക് കുറക്കാം. അങ്ങനെ നമ്മളിലെ സവിശേഷത നമ്മളിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും. വളരെ സിമ്പിളാണ് ജീവിതം ഒരു കഷ്ടപ്പാടുള്ള പരിപാടിയൊന്നുമല്ല. ജീവിതം ഭയങ്കര രസകരമാണ്, ആനന്ദകരമാണ്. പക്ഷെ അങ്ങനെ ആനന്ദകരമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പല ആൾക്കാരും മയക്കുമരുന്നും മദ്യവും ഇങ്ങനെയുള്ളതിൻ്റെ പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ സെക്സിൻ്റെയൊക്കെ പുറകെ പോകണം. എന്തുകൊണ്ടാണ്? കാരണം ജീവിതം സൂഹിക്കാനുള്ളതാണ്. പക്ഷെ സൂഹിക്കാനുള്ള മാർഗം പെണ്ണും മദ്യവും ഒന്നും അല്ലെന്നുള്ളതാണ്. ഇത് ആൾക്കാർ അറിയുന്നില്ല. മനസ്സിലാവും? ലൈംഗികതയും മദ്യവും മയക്കുമരുന്നും ചൂതുകളി ഒന്നുമല്ല ജീവിതത്തിൻ്റെ ആസ്വദിക്കാനുള്ള മാർഗം. നിരന്തരം നമ്മൾ അനുഭവിക്കുന്നിടത്താണ്.
ആ നൈരന്തര്യത ഇല്ലാത്തതുകൊണ്ടാണ്, അത് എങ്ങനെയാണ് നൈരന്തര്യമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ വേറെ വഴിക്ക് പോകുന്നത്. അത് പോകാനുള്ള വേറൊരു കാരണം ഈ വിശ്വാസ പ്രമാണങ്ങളാണ്. എല്ലാ സർവ മത സംവിധാനങ്ങളും നമ്മളെ ദുർവിനിയോഗം ചെയ്യണമെന്ന്, നമ്മളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം മറ്റൊരു സംവിധാനം നമ്മളെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ നമ്മളെ അടിമയാക്കുകയാണ്. അതിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ജനിച്ചിരിക്കുന്നത്, ജീവിതം മുഴുവനും മനോഹരമായിട്ടാണ് തുടർന്നു പോകുന്നത്. പക്ഷെ നമ്മൾ നിരന്തരം പ്രശ്നങ്ങളെ സ്വാധീനിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രശ്നക്കാരനായാൽ മാത്രമേ മറ്റുള്ളവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ അമ്മ നോക്കും, മനസ്സിലായി? വഴക്കുണ്ടാക്കുന്നവർക്ക് സമൂഹത്തിൽ കൂടുതൽ സ്ഥാനം. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. വഴക്കുണ്ടാക്കുന്നവർ കൂടുതൽ പോപ്പുലറാകും, എന്തെങ്കിലും ഗോഷ്ഠി കാണിക്കുന്നവർ കൂടുതൽ പോപ്പുലറാകും. അല്ലാണ്ട് സത്യസന്ധമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ എന്താണെന്ന് അറിയത്തില്ല. രോഗികളെല്ലാവരും നോക്കും, മനസ്സിലായി? രോഗികൾക്ക് സമൂഹത്തിൽ ഭയങ്കര സ്ഥാനമാണ്. രോഗമൊന്നും ഇല്ലാണ്ട് ആശ്വാസത്തിൽ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിനെന്തോ കഞ്ചാവാണ് എന്നുള്ള സംശയം അവിടെ വരും. കാരണം കഞ്ചാവ് അടിക്കാതെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഒരു തീരുമാനമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? തലമുറകളായിട്ട് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ആരും കണ്ടെത്തിയിട്ടില്ലെന്നുള്ളത് പോലെയാണ്. സത്യത്തിൽ വിശ്വാസ പ്രമാണങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഭാഗം മാത്രം ഒഴിവാക്കിയാൽ മതി. നമ്മൾ നടക്കുന്ന അവസ്ഥ വിശ്വാസ പ്രമാണമല്ല, ഹൃദയത്തിൻ്റെ സ്പന്ദനം ആ ഒരു വിശ്വാസത്തിൽ നിന്നുണ്ടായതല്ല. അത് ആശ്വാസത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആശ്വാസത്തിന് സ്ഥാനം കൊടുത്താൽ നമുക്ക് ഈ വിശ്വാസ പ്രമാണങ്ങളെ നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റാം.